നമ്മുടെ എല്ലാ ന്യൂനതകളും കണ്ടുപിടിച്ച് നമ്മളോട് പറയുകയും അന്യരുടെ മുന്നിൽ മറച്ചുവെക്കുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത്. സ്വയം സംസാരിക്കുന്ന ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് കൂടുതലാണ്. പ്രായം എന്നത് വർഷങ്ങളുടെ കടന്നുപോക്കാവരുത്. അത് നിങ്ങൾക്കുള്ളിലെ വിവേകത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ഉദയത്തിലേക്കുള്ള ഓരോ കാൽവെപ്പുകളായിത്തീരണം. നിങ്ങൾ ആരെയെങ്കിലും സംശയമില്ലാതെ വിശ്വസിക്കുമ്പോൾ രണ്ടു ഫലങ്ങളിൽ ഒന്ന് തീർച്ചയായും ലഭിക്കും. ഒന്ന് ജീവിതകാലത്തേക്ക് ഒരു സുഹൃത്തിനെ, അല്ലെങ്കിൽ ജീവിതത്തിൽ അറിയാത്ത ഒരു പാഠം കൂടി. നിങ്ങൾ ഒരു ഉറച്ച ലക്ഷ്യം ഉണ്ടെങ്കിൽ, ആ ലക്ഷ്യം നേടണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ, ആത്മവിശ്വാസവും സ്വയം സമർപ്പണവും ഉണ്ടെങ്കിൽ വിജയം നമ്മുടെ കൈക്കുള്ളിൽ ആയിരിക്കും. എത്ര നേരം ഉറങ്ങിയാലും അലാറത്തിന് ശേഷമുള്ള ഉറക്കമാണ് ശരിയായ ഉറക്കം. അസന്തുഷ്ടനായ ഒരു വ്യക്തി ഒരിക്കലും ഈ നിമിഷത്തിൽ ജീവിക്കുന്നില്ല. അവർ ഒന്നുകിൽ ഭൂതകാലത്തിലോ അല്ലെങ്കിൽ ഭാവിയിലോ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് ലഭിച്ചതിനെ അമിതമായി വിലയിരുത്തരുത്. മറ്റുള്ളവരോട് അസൂയപ്പെടരുത്. മറ്റുള്ളവരോട് അസൂയപ്പെടുന്നവന് മനസ്സമാധാനം ലഭിക്കില്ല. നിഷ്കളങ്കരും സത്യസന്ധരും ആണ് സത്യങ്ങൾ നേരിട്ട് തുറന്നു പറയുന്നത്. പക്ഷേ സത്യങ്ങൾ ഇഷ്ടപ്പെടാത്തവർക്ക് അങ്ങനെയുള്ളവർ ശത്രുക്കളാണ്. കാലിയായ പോക്കറ്റിന് ജീവിതത്തിൽ നിങ്ങളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കാൻ കഴിയും. നിറഞ്ഞ പോക്കറ്റിന് നിങ്ങളെ ഒരുപാട് വഴികളിൽ നശിപ്പിക്കാൻ കഴിയും. ജാഗ്രതയോടെ പണം ഉപയോഗിക്കുക. കള്ളം പറഞ്ഞത് ഒരു തവണ തിരിച്ചറിഞ്ഞാൽ ആദ്യം പറഞ്ഞ സത്യങ്ങളൊക്കെയും കള്ളങ്ങളാണെന്ന് ഒരു നിമിഷം വിശ്വസിച്ചു പോകും. അതാണ് മനസ്സ്. നമുക്ക് ഒരു ഉറച്ച ലക്ഷ്യം ഉണ്ടെങ്കിൽ, ആ ലക്ഷ്യം നേടണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ, ആത്മവിശ്വാസവും സ്വയം സമർപ്പണവും ഉണ്ടെങ്കിൽ വിജയം നമ്മുടെ കൈക്കുള്ളിൽ ആയിരിക്കും. പാലിക്കാൻ പറ്റാത്ത വാക്കുകൾ കൊടുക്കാതിരിക്കുക. പ്രതീക്ഷിച്ചതൊന്നും നടക്കാത്തതിനാൽ വിഷമിക്കുകയല്ല, സന്തോഷിക്കുകയാണ് വേണ്ടത്. കാരണം നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ മികച്ചത് ദൈവം നിങ്ങൾക്കായി കാത്തുവച്ചിട്ടുണ്ട്. പരമമായ സമ്പത്ത് വിജ്ഞാനമാണ്. രണ്ടാമത്തേത് കുട്ടികളാണ്. ഏറ്റവും താഴ്ന്ന സമ്പത്ത് ഭൗതിക സമ്പത്താണ്. നിങ്ങളുടെ പിന്നിൽ നിന്നുകൊണ്ട് നിങ്ങളെക്കുറിച്ച് കുറ്റം പറയുന്നവരെ ശ്രദ്ധിക്കേണ്ട. അവരെ വിട്ടേക്കുക. കാരണം ശരിക്കും പറഞ്ഞാൽ അവർ നിങ്ങളെക്കാൾ രണ്ടടി പിറകിലാണ്. അതുകൊണ്ടാണ് അവർക്ക് നിങ്ങളുടെ പിന്നിൽ നിന്നുകൊണ്ട് കുറ്റം പറയേണ്ടി വരുന്നത്. പ്രതീക്ഷിക്കുന്നത് നിർത്തുക. സ്വീകരിക്കാൻ തുടങ്ങുക. ജീവിതം വളരെ എളുപ്പമാകും. ഒരു ചർച്ചയിൽ വിജയിക്കുന്നതിനുള്ള ഏറ്റവും ശക്തമായ ഒരേയൊരു ഉപകരണം അനുയോജ്യമല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ഒരു ഒത്തുതീർപ്പും കൂടാതെ കസേരയിൽ നിന്നും എഴുന്നേറ്റ് നടക്കാനുള്ള കഴിവാണ്. നമ്മൾ എന്ത് മണ്ടത്തരം പറഞ്ഞാലും ചിരിച്ചുകൊണ്ട് കേട്ടിരിക്കാൻ ഒരാളുണ്ടാവുക എന്നത് ഭാഗ്യം തന്നെയാണ്. നിങ്ങൾക്ക് മാറ്റാൻ കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ടെൻഷനടിക്കുകയും വിഷമിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. നിങ്ങൾക്ക് മാറ്റാൻ കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ടെൻഷനടിക്കുകയും വിഷമിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. മറ്റുള്ളവർ എന്താണ് ചെയ്യുന്നത് എന്ന് ശ്രദ്ധിക്കാത്തപ്പോൾ ജീവിതത്തിൽ എല്ലാം എളുപ്പമാകുന്നു. അഭിനയിക്കാൻ കഴിയാത്ത മനുഷ്യർക്ക് നഷ്ടങ്ങൾ കൂടപ്പിറപ്പാണ്. രണ്ട് സാഹചര്യങ്ങളിൽ മൗനം പാലിക്കുക. ഒന്ന് നിങ്ങളുടെ വാക്കുകളിൽ നിന്നും നിങ്ങളുടെ മാനസികാവസ്ഥ മറ്റൊരാൾക്ക് മനസ്സിലാകുന്നില്ല എന്ന് തോന്നുമ്പോൾ. രണ്ടും ഒന്നും പറയാതെ തന്നെ മറ്റൊരാൾക്ക് നിങ്ങളുടെ മനസ്സ് മനസ്സിലാകുമ്പോൾ. അറിയാൻ ശ്രമിക്കാത്തത് മോശമാണ്. എന്നാൽ അറിയാൻ ആഗ്രഹിക്കാത്തത് കുറേക്കൂടി മോശമായ കാര്യം. മാതാപിതാക്കൾ ഉള്ള കാലമാണ് അവൻ്റെ ഏറ്റവും നല്ല സമയം. അവരുടെ കാലം കഴിഞ്ഞാൽ പിന്നെ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അവരോളം വരില്ല ഒരാളും. ഒരു പുരുഷൻ സ്ത്രീയെ സ്നേഹിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൻ്റെ കുറച്ചു മാത്രം അവൾക്ക് നൽകുന്നു. എന്നാൽ ഒരു സ്ത്രീ പുരുഷനെ സ്നേഹിക്കുമ്പോൾ അവളുടെ സർവ്വതും നൽകുന്നു. മനുഷ്യജീവിതം ലളിതമാണ്. എന്നാൽ മനുഷ്യർ തന്നെയാണ് അതിനെ സങ്കീർണ്ണമാക്കാൻ ശ്രമിക്കുന്നത്. പുരുഷൻ വികാരനിർഭരമായി പറയുന്ന വാക്കുകൾ ഒരു സ്ത്രീക്ക് മറക്കാൻ പറ്റുകയില്ല. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ശോഭയുള്ള ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഇരുണ്ട വശം സ്വയം അപ്രത്യക്ഷമാകും. ഒരു പെണ്ണ് ഒരു ആണിനു വേണ്ടി കരഞ്ഞാൽ അതിനർത്ഥം അവൾ അവനെ ശരിക്കും സ്നേഹിച്ചിരുന്നു എന്നാണ്. എന്നാൽ ഒരു ആണ് ഒരു പെണ്ണിന് വേണ്ടി കരഞ്ഞാൽ അതിനർത്ഥം ആ പെൺകുട്ടിയെ അവൻ സ്നേഹിച്ചതുപോലെ വേറെ ആർക്കും ഒരിക്കലും ആവില്ല എന്നാണ്.
നല്ലൊന്നിനെ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നാവിറങ്ങിപ്പോകുന്നത് പോലെയാണ് ചിലർക്ക്. എന്നാലോ കുറ്റങ്ങൾ എണ്ണിപ്പറയുവാൻ 1000 നാവാണ് താനും. മറ്റാരും നിങ്ങളുടെ നിലനിൽപ്പ് ആഗ്രഹിക്കാത്തതിനാൽ നിങ്ങൾക്കായി നിങ്ങൾ തന്നെ നിലകൊള്ളുക. വേറൊരാളെയും പ്രതീക്ഷിക്കരുത്. വേഗത്തിൽ ഓടുന്നവരല്ല, ഓട്ടം തുടരുന്നവരാണ് ജീവിതത്തിൽ വിജയിക്കുന്നത്. മറ്റാരും ഇല്ലാതിരുന്ന സമയത്ത് നിങ്ങൾക്കായി ആരൊക്കെ ഉണ്ടായിരുന്നുവെന്ന് എപ്പോഴും ഓർക്കുക. ഒന്നും ആഗ്രഹിക്കുകയോ ആവശ്യപ്പെടുകയോ ചെയ്യാത്ത സ്ത്രീകൾ പൊതുവെ നിഷ്കളങ്കരും മൃദുലഹൃദയമുള്ളവരും ആയിരിക്കും. ഈ ലോകത്ത് ആരെയും അധികം ആശ്രയിക്കരുത്. കാരണം ഇരുട്ടിൽ സ്വന്തം നിഴൽ പോലും നിങ്ങളിൽ നിന്ന് അകലും. കഴിഞ്ഞുപോയ ദിനങ്ങൾ എല്ലാം നല്ലതിനായിരുന്നു എന്ന് ചിന്തിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, കൈവിട്ടു പോയതൊക്കെ നഷ്ടങ്ങൾ ആയിരുന്നു എന്ന് ചിന്തിക്കാതെ ജീവിക്കാൻ കഴിയുമെങ്കിൽ അവിടെയാണ് നമ്മുടെ ജീവിതം. നിങ്ങളിലെ ഏറ്റവും മികച്ചത് കണ്ടെത്താൻ സഹായിക്കുകയും നിങ്ങളെ ശക്തരാക്കുകയും ചെയ്യുന്ന വ്യക്തി യഥാർത്ഥത്തിൽ നിങ്ങളുടെ ബലഹീനതയാണ്. ബന്ധങ്ങൾ എന്നും നിലനിൽക്കുമെന്ന് നിങ്ങൾ കരുതുന്നു. എന്നാൽ വാസ്തവത്തിൽ മറ്റെല്ലാ കാര്യങ്ങളും പോലെ തന്നെ നമ്മൾ അതിനായി പ്രവർത്തിക്കുന്നിടത്തോളം മാത്രമാണ് അത് നിലനിൽക്കുന്നത്. സമയം കൃത്യമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ആർക്കും സമയം ആവശ്യം പോലെ ഉണ്ടാകും. സുഹൃത്തുക്കൾ വളരെ സഹായകരമാണ്. കാരണം അവർ നമ്മളെ ശ്രദ്ധിക്കുമെന്നതിനാൽ മാത്രമല്ല, അവർ നമ്മളെ നോക്കി ചിരിക്കുന്നു. അവരിലൂടെ നാം അല്പം വസ്തുനിഷ്ഠതയും അല്പം എളിമയും മര്യാദയും ഒക്കെ പഠിക്കുന്നു. നമ്മൾ ജീവിതം നിയമങ്ങൾ പഠിക്കുകയും ജീവിതത്തിലെ മികച്ച അഭ്യാസിയായി മാറുകയും ചെയ്യുന്നു. ഒന്നിനു വേണ്ടിയും കാത്തിരിക്കരുത്. മികച്ച ഒരു സമയം നിങ്ങൾ തന്നെയാണ് നിർമ്മിക്കേണ്ടത്. മൃദുലമായ ഹൃദയമുള്ള ഒരാളെ വേദനിപ്പിക്കരുത്. കാരണം അമിതമായ ചിന്തകൾ കാരണം അവർക്ക് രാത്രി ഉറങ്ങാൻ കഴിയില്ല. കാലതാമസം വരുത്തിയ പൂർണ്ണതയേക്കാൾ മികച്ചതാണ് തുടർച്ചയായ മെച്ചപ്പെടുത്തൽ. അറിവിനേക്കാൾ മഹത്തരമാണ് മനസ്സിലാക്കൽ. നിങ്ങളെക്കുറിച്ച് അറിഞ്ഞവൻ ഏറെയുണ്ടാകും, മനസ്സിലാക്കിയവർ അപൂർവവും. ശ്രമിക്കുന്നതിലും അവസരം നൽകുന്നതിലും നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടുന്നില്ല. അത് ഒരു ഗുണവും ചെയ്തില്ലെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് പഠിക്കും. നിങ്ങളുടെ ജോലി കണ്ടെത്തുകയും തുടർന്ന് പൂർണ്ണ ഹൃദയത്തോടെ അതിനെ സ്വയം നൽകുകയും ചെയ്യുക. ഒരു മലമുകളിൽ എത്താൻ ഒന്നിലധികം പാതകൾ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിശബ്ദതയേക്കാൾ മനോഹരമായ കാര്യമാണ് നിങ്ങൾ പറയാൻ പോകുന്നതെങ്കിൽ മാത്രം വായ തുറക്കുക. ചിലപ്പോഴൊക്കെ വിഡ്ഢികളെപ്പോലെ ആവുന്നത് നല്ലതാണ്. എല്ലാം മനസ്സിലായാലും ഒന്നും മനസ്സിലാക്കാത്ത പോലെ സ്വയം നടിക്കണം. ചില ബന്ധങ്ങൾ നിലനിർത്താൻ അതാണ് നല്ലത്. ഒരു മനുഷ്യനെ അവൻ്റെ ഉത്തരങ്ങളേക്കാൾ അവൻ്റെ ചോദ്യങ്ങളിലൂടെ വിലയിരുത്തുക. പഠനങ്ങൾ പറയുന്നത് കരച്ചിൽ നിങ്ങളുടെ വിഷാദവും സങ്കടവും കുറയ്ക്കുകയും നിങ്ങളുടെ മനസ്സിനെ സുഖപ്പെടുത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് കരച്ചിലിനെ ഒരിക്കലും പിടിച്ചു നിർത്തരുത്. നിങ്ങളുടെ സന്തോഷം ഒരിക്കലും മറ്റുള്ളവരിൽ അന്വേഷിക്കരുത്. അത് നിങ്ങളെ ഏകാന്തമാക്കും. അത് നിങ്ങളിൽ തന്നെ അന്വേഷിക്കുക. നിങ്ങൾ തനിച്ചായിരിക്കുമ്പോഴും നിങ്ങൾക്ക് സന്തോഷം ലഭിക്കും. നിങ്ങൾക്ക് ശരിക്കും സ്നേഹിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ആദ്യം എങ്ങനെ ക്ഷമിക്കണം എന്ന് പഠിക്കണം. പുകഴ്ത്തുന്നവന് സുഹൃത്തുക്കളെ ലഭിക്കുന്നു, സത്യം പറയുന്നവന് എതിരാളികളിലെത്തിക്കുന്നു. നിങ്ങളുടെ സന്തോഷം ഒരിക്കലും മറ്റുള്ളവരിൽ അന്വേഷിക്കരുത്. അത് നിങ്ങളെ ഏകാന്തമാക്കും. അത് നിങ്ങളിൽ തന്നെ അന്വേഷിക്കുക. നിങ്ങൾ തനിച്ചായിരിക്കുമ്പോഴും നിങ്ങൾക്ക് സന്തോഷം ലഭിക്കും. നമുക്ക് വേണ്ടി മറ്റൊരാൾ കണ്ടെത്തുന്ന സമയമാണ് നമുക്ക് അയാൾ കൽപ്പിക്കുന്ന മൂല്യം. നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ നിങ്ങൾ ഒരു നിയമത്തെ മാനിക്കണം. ഒരിക്കലും നിങ്ങളോട് തന്നെ കള്ളം പറയരുത്. പലപ്പോഴും തനിക്ക് ആകർഷണം തോന്നുന്ന പെൺകുട്ടികളുടെ പുരുഷന്മാർ കൂടുതൽ സൗമ്യമായും എളിമയോടെയും പെരുമാറുന്നു. എന്നാൽ പഠനങ്ങൾ അനുസരിച്ച് അങ്ങനെ പെരുമാറുന്ന പുരുഷന്മാരെ പെൺകുട്ടികൾ തന്നെ സൗഹൃദ മേഖലയിലേക്കാണ് പരിഗണിക്കുന്നത്. ഒരു യഥാർത്ഥ പുരുഷന് ഒരു സ്ത്രീയെ എങ്ങും തൊടാതെ തന്നെ പ്രണയിക്കാൻ കഴിയും, അവളുടെ ഹൃദയത്തെ മാത്രം സ്പർശിച്ച്. ഒരു സ്ത്രീ ഇടയ്ക്കിടെ നിങ്ങളുടെ ചുണ്ടുകളിലേക്ക് നോക്കിയാൽ അതിനർത്ഥം അവൾ നിങ്ങളെ 100% സ്നേഹിക്കുന്നു എന്നാണ്. നമുക്ക് നല്ല ജീവിതമോ ചീത്ത ജീവിതമോ നൽകിയിട്ടില്ല. നമുക്ക് ഒരു ജീവിതം നൽകിയിട്ടുണ്ട്. അത് നല്ലതോ ചീത്തയോ ആക്കേണ്ടത് നമ്മളാണ്. ഒറ്റയ്ക്ക് നിൽക്കുക എന്നതിനർത്ഥം നിങ്ങൾ തനിച്ചാണെന്നല്ല.
അതിനർത്ഥം കാര്യങ്ങൾ സ്വയം കൈകാര്യം ചെയ്യാൻ നിങ്ങൾ ശക്തനാണെന്നാണ്. ദേഷ്യത്തെ പേടിക്കേണ്ട, അത് സ്നേഹം കൊണ്ടാണ്. പക്ഷേ അവഗണനയെ പേടിക്കണം, കാരണം അത് വെറുപ്പുകൊണ്ടാണ്. ഒരു മനുഷ്യനെ അവൻ്റെ ഉത്തരങ്ങളെക്കാൾ അവൻ്റെ ചോദ്യങ്ങളിലൂടെ വിലയിരുത്തുക.